തൃശൂരിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ചെന്ന പരാതിയുമായി കർണാടക സ്വദേശിയായ യുവതിയെ പീഡിപ്പിച്ച പൂജാരി പിടിയിലായി. പെരിങ്ങോട്ടുകര ദേവസ്വം ക്ഷേത്രത്തിലെ സഹപൂജാരിയായ അരുൺ ആണ് കർണാടക പോലീസിന്റെ പിടിയിൽ ആയത്. ഈ സംഭവത്തിലെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ ഒളിവിലാണ്. ഇയാൾക്കെതിരെയും പോലീസിൽ പരാതി തന്നിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഇയാളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. പൂജാരി കുടുംബ പ്രശ്നം തീർത്തു എന്ന പേരിൽ ക്ഷേത്രത്തിലെത്തിയ സ്ത്രീയെ പിന്നീട് നിരന്തരം ഫോണിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നഗ്ന വീഡിയോ എടുത്ത് കേരളത്തിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് കാറിൽ വച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ഇവരെ തുടർച്ചയായി ഫോണിലൂടെയും വാട്സ്ആപ്പ് ആപ്പിലൂടെയും ബന്ധപ്പെട്ടതിന്റെ എല്ലാ രേഖകളും കർണാടക പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വഴങ്ങിയില്ലെങ്കിൽ മകൾ മരിച്ചു പോകുന്നതിനുള്ള പൂജ ചെയ്യുമെന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയ പരാതിയിലാണ് ഗത്യന്തരമില്ലാതെ യുവതി കർണാടക പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരിങ്ങോട്ടുകര ദേവസ്വം ബോർഡിൽ എത്തുന്നത്. മലയാളം അറിയാത്ത യുവതിയെ പൂജകൾക്കിടയിൽ സഹായിച്ച് അരുൺ സൗഹൃദമായി. കുടുംബത്തിനു മേൽ ദുർമന്ത്രവാദം നടത്തിയിട്ടുണ്ടെന്നും ഇത് മാറ്റാനായി പ്രത്യേക പൂജകൾ വേണമെന്നും അരുൺ പറഞ്ഞിരുന്നു. രാത്രികാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്ത് നഗ്നയായവൻ ആവശ്യപ്പെടുന്നതും പെട്ടെന്നും പരാതിയിൽ പറയുന്നു. വിസമ്മതിച്ച യുവതിയെ മന്ത്രവാദം ചെയ്ത് കുട്ടികളെ അപകടപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണിപ്പെടുത്തിയത്. ദേവസ്ഥാനത്തെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരന്റെ അറിവോടെയാണ് പീഡനമെന്നും പരാതിയിൽ പറയുന്നു. അരുണിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ സ്ക്രീൻഷോട്ടും ക്ഷേത്രത്തിലെ മുറിയിൽ വച്ച് മോശമായി പെരുമാറിയതിന്റെ ദൃശ്യങ്ങളും യുവതി കർണാടക പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഒളിവിൽ പോയ പൂജാരി ദാമോദരന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പൂജാരി പീഡനത്തിന് ഇരയാക്കിയ സ്ത്രീയുമായി സംസാരിച്ച വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഓഡിയോ കേട്ടു നോക്കാം. ദയവ് ചെയ്ത് ക്ഷേത്രത്തിലെ പൊങ്കാല അല്ലെങ്കിൽ പൂജകൾ എന്ന് പറഞ്ഞ് ആരും തന്നെ ഇതുപോലെ ഇനി പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഒരു വ്യക്തി ഒരു പൂജ ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ കുടുംബം നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവുകയോ അങ്ങനെയൊന്നുമില്ല. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ പോകാതിരിക്കുക. ദൈവത്തെ വിശ്വസിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ ചതികളിലൊന്നും ആരും പോയി വിടാതെ ഇരിക്കട്ടെ. ഇനിയെങ്കിലും കേരളത്തിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ஆஃபீஸில் வெளியில் வந்து இப்போ இப்போ நான் ஃப்ரைடே ஈவினிங் வரேன். ஃப்ரெண்டு வருது. இல்ல இல்ல எனக்கு ரூம் எல்லாம் அங்கே தெரியாது. இல்ல இல்ல என் கூட தான் வருது. ஃப்ரெண்டு நான் 2 பேர் தான் வருது. ஆமா ஆமா ட்ரெயின்ல எடுக்கல. ஆமா ஆமா இல்ல ஃப்ரைடே நைட்டும் இங்கே ட்ரெயினும் இல்ல சாட்டர்டே மார்னிங். ஆமா ஆமா சாட்டர்டே ஈவினிங் ட்ரெயினு. அங்கே எதுவுமே தெரியாது இல்லையா எனக்கு, எங்கே ஸ்டே பண்ணுது. இல்லை இல்லை எனக்கு க்ளோஸ் ஃப்ரெண்டு தான்.
நீங்க வரீங்களா? ஆ ஆமா. இல்ல நீங்க கோயில்ல இருக்கிறதீங்களா? குறை இருக்கு. ஆ. அப்புறமா நீங்க வருவீங்களா? ഓക്കെ. അപ്പൊ കാണാം. നമുക്ക് നേരിട്ട് ഹോട്ടലെടുത്താലോ? ஆ.